ഒരു നല്ല വാക്ക് പ്രയോഗിച്ചു ബജറ്റ് തുടങ്ങിയപ്പോൾ, ന്യൂ നോർമൽ എന്ന് പറഞ്ഞു. കറക്റ്റാണ്. ഇപ്പോഴത്തെ ന്യൂ നോർമലായി മാറിയിരിക്കുന്നത് എന്താണ്? തോന്നിയതുപോലെ ബജറ്റിൽ പ്രഖ്യാപിക്കുക, അത് നടപ്പാക്കാതിരിക്കുക. അപ്പോൾ കേരളത്തിലെ ഒരു ഫിസിക്കൽ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഒരു ധനകാര്യ വ്യവസ്ഥതയുടെ വിശ്വാസ്യതയെ മുഴുവൻ തകർത്തുകൊണ്ടാണ് ഈ 5 കൊല്ലം മുമ്പോട്ട് പോയത്. പരിതാപകരമായ ഒരു അന്ത്യമാണ് കേരളത്തിൽ ഉണ്ടായതെന്ന് വ്യക്തമാണ്. ഈ ബജറ്റിന് ഒരു പ്രസക്തിയില്ല. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. അടുത്ത 26-27 വർഷത്തിലേക്കുള്ള ബജറ്റ് UDF സർക്കാർ അവതരിപ്പിക്കും. ആ ബജറ്റായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഇത്രമാത്രം കേരളത്തെ സാമ്പത്തികമായി തകർത്തു തരിപ്പണമാക്കിയ കേരളത്തിൻ്റെ ഭരണചരിത്രത്തിൽ ഇത്രമാത്രം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർത്ത മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ല. ശ്രീ വസന്തസുരയ്ക്ക് വലിയ ആത്മവിശ്വാസമാണല്ലോ പ്രതിപക്ഷ നേതാവിന്. നടപ്പാക്കാൻ പോകുന്ന ബജറ്റ് അത് ഞങ്ങൾ അവതരിപ്പിക്കും, തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിലേക്ക് എത്തും എന്ന പ്രഖ്യാപനം, എന്ന പ്രതീക്ഷ, എന്ന ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ ബജറ്റ് അത് പ്രഖ്യാപിക്കാൻ ധനമന്ത്രി പക്ഷേ കേരളത്തിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ വികസന സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, കേരളത്തിൻ്റെ വളർച്ച ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ക്ഷേമ മേഖലയിലെ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സമസ്ത മേഖലയും തൊടാൻ പക്ഷേ ഈ ബജറ്റിന് കഴിഞ്ഞില്ലേ? ഇതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഇപ്പൊ ആശമാർക്ക് പൈസ കൊടുക്കാൻ തീരുമാനിച്ചു. ആശമാർ കഴിഞ്ഞ 1 വർഷമായി വെയിലത്ത് മഴയത്ത് സമരം ചെയ്തിട്ടാണ് കൊടുത്തത്. സർക്കാരിന്റെ ഔദാര്യമല്ല, സർക്കാർ നോക്കിക്കണ്ട് ചെയ്തതല്ല, അവർ പിടിച്ചു വാങ്ങിയതാണ്. അങ്ങേക്ക് അറിയാമല്ലോ, മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SHO അവൻ രാത്രി 2 മണിക്ക് പോയി അവരുടെ ടർപ്പൻ വലിച്ചു കെട്ടിയിരുന്ന മഴ നനയാതിരിക്കാൻ വലിച്ചു കെട്ടിയ നീല ടർപ്പൻ വലിച്ചു മാറ്റുന്ന ഈ സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ്. അവരെ തെരുവിലിട്ട് കൈകാര്യം ചെയ്തു പോലീസ് സർക്കാരിന്റെ. എന്നിട്ടാണ് ഒടുക്കം ഇത് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ആശമാർ അയ്യോ ഞങ്ങളുടെ സർക്കാർ അതങ്ങ് കൂട്ടിത്തന്നല്ലോ എന്ന് കരുതുവോ, അതോ കഴിഞ്ഞ 8 മാസക്കാലം 9 മാസക്കാലം തങ്ങളെ തെരുവിൽ നിർത്തി തങ്ങൾ അവകാശമായി മേടിച്ചെടുത്ത ഇതിന്റെ ഭാഗമായി അവർക്ക് തിരിച്ചു വോട്ട് ചെയ്യുമോ എന്നാണ് അതിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഇനിയും അംഗനവാടി ജീവനക്കാർ അവരും സമരരംഗത്തുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിൽ 2 തവണയാണ് അവർ മാർച്ചുമായി എത്തേണ്ടി വന്നത്. ഒടുക്കം ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ജനകീയ പദ്ധതികൾ എന്ന് ജനകീയ പ്രഖ്യാപനങ്ങൾ എന്ന് നമുക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ സമരങ്ങളുടെ ഭാഗമായി പ്രഖ്യാപിക്കേണ്ടി വന്നതാണ്, സർക്കാരിന് വഴങ്ങേണ്ടി വന്നതാണ്. അല്ലാതെ സർക്കാർ നോക്കിക്കണ്ട് ചെയ്തതോ സർക്കാരിന്റെ ഒരു സ്പെഷ്യൽ കെയർ ആൻഡ് ക്യൂർ അത് ഈ കാര്യങ്ങളിൽ ഉണ്ടായിട്ടില്ല. അത് അവരിൽ നിന്ന് സമരത്തിന്റെ ഭാഗമായി പിടിച്ചു വാങ്ങിയതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് ജനകീയ പ്രഖ്യാപനമല്ല, മറിച്ച് സർക്കാരിന് നിക്കക്കള്ളിയിൽ അത് ചെയ്യേണ്ടി വന്നതാണ്. അതാണ് 2-3 പദ്ധതികൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പദ്ധതികളും പ്രഖ്യാപിക്കുകയും പാതി വഴിയിൽ എത്തുമ്പോൾ വെട്ടിച്ചുരുക്കുകയും അതിലേറെ ലാപ്സാക്കി കളയുകയും ചെയ്യുന്നത് കഴിഞ്ഞ ചരിത്രത്തിലുണ്ട്, കഴിഞ്ഞ വർഷത്തുണ്ട്, അതിന് മുമ്പത്തെ വർഷങ്ങളിലുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ, നടപ്പിലായ പദ്ധതികൾ, ഒരു വൈറ്റ് പേപ്പർ വെളിയിലിറക്കാൻ സർക്കാർ തയ്യാറുണ്ടോ? ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളത് ഇറക്കാം. ഒരു വൈറ്റ് പേപ്പർ, സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ, അതിൽ നടപ്പിലായത്, ലാപ്സായത്, നടപ്പിലാവാത്തത്, അത് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ കേരളത്തിലെ ജനം ഇവർ വോട്ട് ചെയ്യില്ല എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾ ഇത് പറയാൻ കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാർ എന്താ മണ്ടന്മാരാണോ? അവസാന ഘട്ടത്തിൽ കഴിഞ്ഞ 1.25 ലക്ഷം കോടി രൂപ DA കുടിശ്ശിക നിൽക്കുമ്പോഴാണ് അവസാനം 1 മാസം മാത്രം ഞങ്ങൾ തന്നേക്കാം, ഞങ്ങൾ വോട്ട് ചെയ്യണേ എന്ന് പറഞ്ഞു തന്നാൽ ചൂലെടുത്ത് മുഖത്തടിക്കും അവർ. അത് ആർക്കാ മനസ്സിലാവാത്തത്? അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ കോൺഫിഡന്റോട് കൂടി പറയുന്നത് വരുന്നത് ഞങ്ങളുടെ സർക്കാരാണ്, അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് UDFന്റെ ധനമന്ത്രിയാണ് എന്ന് ഞങ്ങൾ പറയാൻ കാര്യം. ഇനി ഗംഗാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം ഇവരുടെ നിലപാട് എന്തായിരുന്നു? ഗംഗാ ശുദ്ധീകരണം നടത്തേണ്ടത് കേന്ദ്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴെങ്ങനെയാണ് പദ്ധതി പ്രഖ്യാപിക്കാൻ സാധിച്ചത്? ആശമാരുടെ കാര്യത്തിലും ഇതായിരുന്നു സ്റ്റാൻഡ്. ആശമാർക്ക് ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല, കൂട്ടിക്കൊടുക്കേണ്ടത് കേന്ദ്രമാണ് എന്ന് പറഞ്ഞ് ആരോഗ്യവകുപ്പ് മന്ത്രി 2 തവണയായിട്ട് ഡൽഹിക്ക് പോയത് ശ്രീ രതീഷിനത് ഓർമ്മയുണ്ടാവും അല്ലെ? അപ്പോ ഇപ്പോൾ അവർക്കത് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നു. അവർ നേരത്തെ പറഞ്ഞ ടെക്നിക്കാലിറ്റികൾ, യൂണിയൻ ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവർ അവതരിപ്പിച്ചിരുന്ന ടെക്നിക്കാലിറ്റി ക്യാപ്സ്യൂളുകളെല്ലാം വിഴുങ്ങിയിട്ട് ഇപ്പോൾ അവർക്ക് അതെങ്ങനെയാണ് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത്? ഇനി ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് അത് ഈ ബഡ്ജറ്റിൽ മാത്രമല്ല മുമ്പുള്ള ബഡ്ജറ്റുകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ടാണോ കഴിഞ്ഞ മണ്ഡലകാലത്ത് വെള്ളം പോലും കിട്ടാതെ അയ്യപ്പന്മാർക്ക് അവിടെ നിന്ന് കരയേണ്ടി വന്നത്? ക്യൂവിൽ നിൽക്കുന്ന അയ്യപ്പന്മാർക്ക് കരിങ്ങാലി വെള്ളം ഇട്ടുകൊണ്ടുപോയി കൊടുക്കാൻ പോലും സാധിച്ചില്ല. അതാണ് ഇവരുടെ മാസ്റ്റർ പ്ലാൻ. എന്തായിരുന്നു ഇവരുടെ മാസ്റ്റർ പ്ലാൻ? അവിടെ സന്നദ്ധ സേവന സംഘടനകൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അവരെ എല്ലാം പടിയടിച്ച് വിട്ടം വെച്ചു. നിങ്ങൾ ആരും ഇനി വരണ്ട, സർക്കാരാണ് ചെയ്യുന്നത് എന്ന് തീരുമാനിച്ചു. എന്നിട്ട് സർക്കാർ ചെയ്തോ? ചെയ്തില്ല. വെള്ളം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. ഇത്ര ലക്ഷം അയ്യപ്പ ഭക്തന്മാർ അവിടെ എത്തുന്നിടത്ത് ഏതാണ്ട് 1000-ൽ താഴെ ബയോ ടോയ്ലറ്റുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. കഴിഞ്ഞ മാസ്റ്റർ പ്ലാനുകളിൽ പ്രഖ്യാപിച്ച കോടികൾ ആര് വിഴുങ്ങി, ഏത് വെള്ളാരെയാണ് വിഴുങ്ങിയത് എന്നത് പറയണ്ടേ?
അതിന്റെ ഉത്തരം പറയണ്ടേ? ഇവർ തന്നെ പ്രഖ്യാപിച്ച ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റിന് ഇവിടെ ആകെ അലങ്കോലമാണ് എന്ന് വിളിച്ചു പറയേണ്ടി വന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നത് ചോദ്യം ചെയ്യപ്പെടില്ലേ? അപ്പൊ ശബരിമലയോട് പ്രത്യേകിച്ച് പെട്ടെന്നൊരു പ്രത്യേക സ്നേഹം. ആ സ്നേഹം വന്നത് ശബരിമലയിൽ ഇവർ നടത്തിയ കൊള്ള, ശബരിമലയിൽ ഇവർ നടത്തിയ ആചാര ലംഘനം, ഇതെല്ലാം ജനം ചോദിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം CPM പ്രഖ്യാപിച്ച സന്ദർശനവുമായി ബന്ധപ്പെട്ട് വീടുകളിലേക്ക് ചെല്ലുമ്പോ നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികൾ പോലും സ്വർണം കെട്ടത് ആരപ്പ, സഹാക്കളാണ് അയ്യപ്പ എന്ന് പാടുകയാണ്. ഞങ്ങളുടെ അയ്യന്റെ സ്വത്ത് എവിടെ എന്ന് വീട്ടമ്മമാർ ചോദിക്കുകയാണ്. ഞങ്ങളുടെ ആചാരങ്ങൾ എന്തിനാണ് നിങ്ങൾ ലംഘിച്ചത് എന്ന് അയ്യപ്പ ഭക്തർ ചോദിക്കുകയാണ്. അത് ചോദിക്കുമ്പോൾ അത് ആ ഒരു ട്രെൻഡ്, സർക്കാരിനെതിരായ വികാരം അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പെട്ടെന്നൊരു ശബരിമല മാസ്റ്റർ പ്ലാൻ. ഈ മാസ്റ്റർ പ്ലാൻ ഇതിനു മുൻപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, നടപ്പിലായിട്ടില്ല. വെള്ളം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇവർക്ക്. പമ്പ ശുദ്ധീകരിക്കുന്നത് കേന്ദ്രത്തിന് ഉത്തരവാദിത്തമില്ലെന്നൊന്നും ഞങ്ങൾ പറയില്ല. പക്ഷെ കേന്ദ്രത്തിന് മാത്രം ഉത്തരവാദിത്തമാണോ? പമ്പ പോലെ ശുദ്ധ ഇത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു നദി നമ്മുടെ സംസ്ഥാനത്തൂടെ കടന്നു പോകുമ്പോൾ ക്ലീൻ പമ്പ ഇപ്പോഴാണോ പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്? എത്രയോ മുമ്പ് പ്രഖ്യാപിക്കണം. ശബരിമല കേരളത്തിന്റെ മാത്രം വിഷയമല്ല, ശബരിമല ഇന്ത്യയുടെ തന്നെ ആത്മാഭിമാനമാണ്. ആ ആത്മാഭിമാനത്തെ സംരക്ഷിക്കേണ്ടത് കേരള സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വത്തിന് ഇവന്മാർ അവിടെ നിന്ന് അടിച്ചോണ്ട് പോകുന്നത് ഒരു സൈഡ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഏറ്റവും കൂടുതൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട വികസനം നടപ്പിലാക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? അതെന്തുകൊണ്ട് ഇത്രയും കാലം നടപ്പിലാക്കിയില്ല? അത് നടപ്പിലാക്കാൻ എന്തിനാണ് 10 വർഷം കാത്തിരിക്കേണ്ടി വന്നത്? ആശാ അമ്മമാരുമായി ബന്ധപ്പെട്ട് 400-500% ഇരട്ടി അവർ സമരപന്തലിൽ ഇരിക്കുമ്പോൾ PSC ബോർഡംഗങ്ങൾക്ക് കൊടുത്തൊരു സർക്കാരിന് ആശാ അമ്മമാർക്ക് ഈ പറയുന്ന തുച്ഛ പൈസ ഉണ്ടല്ലോ, അത് കൊടുക്കാൻ വേണ്ടി ബഡ്ജറ്റ് പ്രഖ്യാപനം വരെ കാത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഇങ്ങനെ തുടങ്ങി ഒരു ഡസൻ ചോദ്യങ്ങൾ ജനം ചോദിക്കും. ഞങ്ങളിപ്പോ ചോദിക്കുകയാണ് ചാനൽ ചർച്ചകളിൽ, ഞങ്ങളിപ്പോ ചോദിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. പക്ഷെ ജനം ഇവരോട് ചോദിക്കും. പോളിംഗ് സ്റ്റേഷനിൽ എത്തുമ്പോ, ഇവര് വീട്ടിൽ ചെന്ന് വോട്ട് ചോദിക്കാൻ പോകുമ്പോ, അങ്ങനെ ചോദിക്കുമ്പോ അതിന് ഉത്തരമില്ലാതാകുമ്പോ ഇവർ ബബ്ബ അടിക്കും. അങ്ങനെ അടിക്കുമ്പോൾ അത് ശരി, എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ മതസൗഹാർദ്ദത്തിന് 10 കോടി ഉൾപ്പെടെ ശബരിമല ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്. രാഷ്ട്രീയമായ പരാമർശങ്ങൾ ഉൾപ്പെടെ ബജറ്റിന്റെ ഭാഗമായി വന്നിട്ടുമുണ്ട്.